केरला के पलक्कड़ डिस्ट्रिक्ट से एक गंभीर घटना सामने आई है, जहां क्रिसमस कैरल ग्रुप पर हमले के आरोप में एक आरएसएस वर्कर को पुलिस ने गिरफ्तार किया है। ये घटना पुदुचेरी इलाके में संडे रात हुई, जब बच्चों का एक क्रिसमस कैरल ग्रुप घर घर जाकर कैरल गा रहा था। शिकायत के मुताबिक आरोपी ने कैरल ग्रुप को रोका, उनसे बहस की और प्रोग्राम के लिए इस्तेमाल किए जा रहे बंद सेट और अन्य सामान को नुकसान पहुंचाया। आरोपी की पहचान अश्विन राज के रूप में हुई है, जो पुदुचेरी के कलंदी थरा का रहने वाला बताया जा रहा है। पुलिस के मुताबिक घटना के समय उसके साथ 2 अन्य लोग भी मौजूद थे। शिकायत में कहा गया है कि आरोपी ने ड्रम पर लिखे CPIM शब्द को लेकर सवाल उठाया, जिसके बाद विवाद बढ़ गया। ये पूरी घटना सुरभि नगर इलाके में हुई, जहां बहस के बाद बच्चे ड्रम छोड़कर अपनी जान बचाने के लिए वहां से भाग गए। बाद में जब बच्चे वापस आए तो उनके सारे म्यूजिकल इंस्ट्रूमेंट्स टूटे हुए मिले। इस मामले की सूचना पुलिस स्टेशन में दी गई, जिसके बाद केस दर्ज कर आरोपी को गिरफ्तार कर लिया गया। पुलिस ने बताया है कि आरोपी पहले से ही केरला एंटी सोशल एक्टिविटीज प्रिवेंशन एक्ट के तहत एक मामले में नामजद है। इस केस में आरोपी पर भारतीय न्याय संहिता के तहत कई गंभीर धाराएं लगाई गई हैं। पुलिस के अनुसार सेक्शंस 192D दंगा भड़काने के इरादे से उकसाना, सेक्शंस 115(2) जानबूझकर चोट पहुंचाना और सेक्शंस 110 गंभीर अपराध की कोशिश जैसे आरोप दर्ज किए गए हैं। पुलिस का कहना है कि मामले की जांच जारी है और अन्य आरोपियों की भूमिका की भी जांच की जा रही है। This video is sponsored by Mahalakshmi Jewelers, Mannur Multi-Speciality Hospital, KBN University, Kebab Corner Restaurant and Banquets, Imran Silk House, Alchere Group of Institutions, and by Ideal with G. ഞങ്ങളവിടെ കരോളിൽ പോയപ്പോൾ ഞങ്ങളുടെ ബാൻഡിലെ CPM എന്ന് കണ്ട ഈ ബോർഡ് കണ്ടിട്ട് ഞങ്ങളവിടെ ആൾക്കാർ പൈസ തരാൻ വേണ്ടിട്ട് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളവിടുന്ന് തല്ലി തരുന്നു. നിങ്ങൾ ഈ ബാൻഡ് എവിടെ എടുത്തത്? അവർ പാർട്ടി ഓഫീസിൽ കരോളിന് വേണ്ടി പോവുകയായിരുന്നു. ആരാ തല്ലിയത്? അശ്വിന് പറഞ്ഞ ഒരാളായിരുന്നു. ബാക്കി കുറേ പേരുണ്ട്, എണ്ണം നോക്കിയില്ല. ഇതിലെന്താണ് സംഭവിച്ചത്? വളരെ ചെറിയ കുട്ടികളാണ്, ഏതാണ്ട് 13 വയസ്സുള്ള കുട്ടികൾ. കാലങ്ങളായിട്ട് നമ്മളുടെ ഇവിടെ പാർട്ടിയുടെ ബാൻഡായിട്ട് സാധനങ്ങൾ ഇവിടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. അവർ മുൻകാലങ്ങളിലും അതുപോലെ തന്നെ 1-2 ടീമുകളൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് കൊടുക്കാറുണ്ട്. ഇവിടെ വെറുതെ ഇരിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും വന്ന് ചോദിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി. ഞങ്ങളെല്ലാം വേറൊരു പരിപാടിയിലായിരുന്നു. വളരെ ഒരു 13 വയസ്സുള്ള ഒരു 10-25 പിള്ളേർ, നമ്മളെ ചെറിയ വളരെ കുട്ടികൾ. അവർക്ക് രാഷ്ട്രീയം എന്താണെന്നോ അല്ല ഈ തല്ലിയ ആളുകളുടെ രാഷ്ട്രീയം എന്താണെന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ്. അവർ രാഷ്ട്രീയ ഇതുമായിട്ട് പോയപ്പോൾ നമ്മളുടെ ബാൻഡിനകത്ത് CPIM എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ ചെയ്തത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് ഈ സാധനം വാങ്ങുകയും അത് ചവിട്ടി പൊട്ടിക്കുകയും ആ കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പൈസ തരാം എന്ന് പറഞ്ഞിട്ടാണ് അവരെ വിളിച്ചിട്ട് പോയിരിക്കുന്നത്. അവരെ ഈ കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു പോകുന്ന ആളുകളാണ്. ഈ RSSന്റെ ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളത്. കൃത്യമായി ഇതിന് മുന്നും ഇവിടെ RSSന്റെ പേരിൽ അടിപിടി ഉണ്ടാക്കിയിട്ട് കേസുള്ള ആളുകളാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് അവരെ കണ്ടാൽ തന്നെ അറിയാം. ഈ പുതുശ്ശേരി പഞ്ചായത്തിനകത്ത് ഈ കാളയാണ്ടിത്തറ എന്ന പ്രദേശത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ ആളുകൾക്ക്, കുട്ടികൾക്ക് വേണ്ടാതെ മരുന്നുകളെല്ലാം എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ ഇതിന്റെ ഭാഗമാക്കി ആ കുട്ടികളുടെ വീട്ടിനും നാട്ടിനും കൊള്ളാതെ ആക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കൂട്ടം ആളുകളാണ്. അതിന് കൃത്യമായ നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ RSSും അതിന്റെ BJPയും ആണ്. ഇതിന്റെ പുറകിൽ വേറൊരു കാര്യമുണ്ട് വെച്ചാൽ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്ത് ആ പ്രദേശം ഉൾപ്പെടുന്ന ഭാഗത്ത് CPMന് നല്ല നിലയിലുള്ള ഒരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് CPM എഴുതുക ഒരു കൊടിയോ തോരണമോ അതുപോലെ തന്നെ എന്ത് പ്രചരണ സാമഗ്രിയിലും അതുപോലെ തന്നെ ഇതാണ് ഇപ്പോൾ അവസാനം ഉണ്ടായിട്ടുള്ള ഈ ബാൻഡ്. നിങ്ങൾ കണ്ടത് സാധനം അവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയും. CPM എഴുതിയത് കൊണ്ട് മാത്രം ഇവർക്ക് ഇത്രത്തോളം അതിനോട് എന്താണ് ഒരു അറപ്പ് എന്നുള്ളത് ഇനിയും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. This video is sponsored by Mahalakshmi Jewelers, Mannur Multi-Speciality Hospital, KBN University, Kebab Corner Restaurant and Banquets, Imran Silk House, Alchere Group of Institutions, and by Ideal with G.